സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം. ഉസ്മാനിയ വാർത്താ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇവിടെ നമ്മൾ സാഫി പറമ്പിലുമായിട്ട് ബന്ധപ്പെട്ട വിഷയം, സാഫി പറമ്പിലിൻ്റെ മൂക്കിൽ നിന്നൊക്കെ ചോര വന്നു, ലാത്തി ചാർജിൽ സാഫി പറമ്പിലിൻ്റെ തലക്കാണ് അടികൊണ്ടിരിക്കുന്നത് എന്നൊക്കെയുള്ള ദൃശ്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിച്ചു. പക്ഷേ ഒരു കാര്യമുണ്ട്, വളരെ മോശമായ രീതിയിൽ ഒരു MP ഒക്കെ തലക്കടിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഇതെന്താ പോലീസ് ലഹരി ഉപയോഗിച്ചാണോ ജോലി ചെയ്യുന്നത്? MP ഒക്കെ തലക്കടിച്ച് പരിക്കേൽപ്പിക്കുക, മൂക്കിൽ കൂടെ ചോര വിരിയിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഇതെന്താണ് ഇതിൻ്റെ അർത്ഥം? ഈ പോലീസുകാരെന്താ ലഹരി ഉപയോഗിച്ച് ജോലി ചെയ്യുന്നുണ്ടോ? എന്തായാലും ആ പോലീസുകാരനെ സർവീസിൽ തുടരാൻ അനുവദിക്കാൻ പാടില്ല. മാത്രമല്ല, സർവീസിൽ നിന്ന് പിരിച്ചുവിടുക തന്നെ വേണം. സസ്പെൻഷൻ പോരാ എന്നാണ് ഉസ്മാനിയുടെ അഭിപ്രായം. ആ പോലീസുകാരനെ തീർച്ചയായിട്ടും അതിൽ പങ്കുള്ള പോലീസുകാരെ തീർച്ചയായിട്ടും സർവീസിൽ നിന്ന് പിരിച്ചുവിടുക തന്നെ വേണം. അതുതന്നെയാണ് എല്ലാവരുടെയും അഭിപ്രായം. ഇവിടെ മറ്റൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത്, ശബരിമല വിഷയം മറച്ചു വെക്കാനാണ് ഇത്തരം വിഷയങ്ങൾ എന്നൊക്കെ നമുക്ക് വാർത്തയിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നു. പക്ഷേ എന്തായാലും കോടാനുകോടി രൂപയുടെ സ്വർണമാണ് ശബരിമലയിൽ നിന്ന് നഷ്ടപ്പെട്ടിരിക്കുന്നത്. അത് നമ്മൾ രാഷ്ട്രീയ രീതിയിൽ കാണാതെ അതിന് പരിഹാരം കാണൽ ഭരണാധികാരികളുടെ ഉത്തരവാദിത്തമാണ്. ഇവിടെ രാഷ്ട്രീയം കലർത്താതെ കാര്യങ്ങൾ പരിഹരിക്കണം എന്നാണ് ഉസ്മാനിയ ഈ ചാനലിലൂടെ അഭ്യർത്ഥിക്കുന്നത്. ഒരു കാരണവശാലും ഇത്തരം പോലീസുകാർ ഒരു രാജ്യത്തിൻ്റെ ഒരു സംസ്ഥാനത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട കേന്ദ്ര MP-യെ, സാഫി പറമ്പിലിനെ പോലുള്ള ഏതൊരു MP ആയിട്ട്, അത് LDF-ൻ്റെ MP ആയാലും UDF-ൻ്റെ MP ആയാലും മുസ്ലിം ലീഗിൻ്റെ MP ആയാലും BJP-യുടെ MP ആയാലും, ഒരു MP-യെ തലക്കടിച്ച് പരിക്കേൽപ്പിക്കുക എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് ഈ പോലീസുകാർക്ക്? ഇത്തരം പോലീസുകാരൊന്നും സർവീസിൽ തുടരാൻ അനുവദിക്കാൻ പാടില്ല. അക്കാര്യത്തിൽ മേലുദ്യോഗസ്ഥർ പറയുന്നു, ഞങ്ങൾ ലാത്തി ചാർജിന് ഉത്തരവിട്ടിട്ടില്ല. ഉദ്യോഗസ്ഥർ തന്നെ പറയുന്നു, മേലധികാരികൾ പറയുന്നു, ഞങ്ങൾ ലാത്തി ചാർജിന് ഉത്തരവിട്ടിട്ടില്ല. പിന്നെ ഇത് എന്തോ ഒരു മനഃപൂർവ്വം, ഇതിൽ എന്തോ ഒരു ദുരുദ്ദേശമുണ്ട് എന്ന് തന്നെയാണ് മേലുദ്യോഗസ്ഥരുടെയും അഭിപ്രായം. ആ അഭിപ്രായത്തോട് യോജിച്ചുകൊണ്ട് തന്നെയാണ് ഉസ്മാനിയ പറയുന്നത്, ഒരു കാരണവശാലും ഇത്തരം പോലീസുകാരെ സർവീസിൽ തുടരാൻ അനുവദിക്കരുത്. പോലീസിനോട് നമുക്ക് എപ്പോഴും ബഹുമാനമാണ്, പോലീസുകാരെ ബഹുമാനിക്കുന്നവരാണ് നമ്മളെല്ലാവരും. പക്ഷേ ഇത്തരം പോലീസുകാരെ സർവീസിൽ തുടരാൻ അനുവദിക്കാൻ പാടില്ല. എന്താണ് ഇവർക്ക് സംഭവിച്ചത്? ഇത് ഒരു ജുഡീഷ്യറി അന്വേഷണം പ്രഖ്യാപിക്കുക തന്നെ വേണം. അതുമാത്രമല്ല, ശബരിമലയിലെ കോടിക്കണക്കിന് രൂപയുടെ സ്വർണം നഷ്ടപ്പെട്ടിരിക്കുന്നു. അതിനും ഒരു ജുഡീഷ്യറി അന്വേഷണം നടത്തണമെന്ന് തന്നെയാണ് ഉസ്മാനിയുടെ അഭിപ്രായം. ഒരു കാരണവശാലും ഇത്തരം കാര്യങ്ങൾ, ഒരു അന്വേഷണം നടക്കേണ്ട, ഒരു വലിയ കോടാനുകോടി രൂപയുടെ സ്വർണം നഷ്ടപ്പെട്ട് അത് മറച്ചു വെക്കാൻ വേണ്ടിയിട്ടാണോ ഇത്തരം നാടകങ്ങൾ എന്നുള്ളതും നമുക്ക് അറിയേണ്ടതുണ്ട്. ഒരു കാരണവശാലും ഇത്തരം പിന്നെ രാഷ്ട്രീയത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഉസ്മാനിയയ്ക്ക് രാഷ്ട്രീയത്തോട് വലിയ താല്പര്യമൊന്നുമില്ല. അപ്പോൾ ഇവിടെ കോഴിക്കോട് ജില്ലയിൽ നിന്നും അതേപോലെ കണ്ണൂർ ജില്ലയിൽ നിന്നും ഒരു വിഭാഗം സാധാരണക്കാരുടെ അഭിപ്രായം, രാഷ്ട്രീയക്കാരിൽ നിന്ന് പല പ്രശ്നങ്ങളും രാജ്യത്തുണ്ടാവുന്നുണ്ട് എന്ന് തന്നെയാണ് കോഴിക്കോട് ജില്ലയിലെയും അതുപോലെ തന്നെ കണ്ണൂർ ജില്ലയിലെയും മറ്റ് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സാധാരണക്കാരായിട്ടുള്ള ഒരു വിഭാഗം ആളുകളുടെ അഭിപ്രായം. രാഷ്ട്രീയക്കാരാണ് പ്രശ്നക്കാർ എന്നും പറയപ്പെടുന്നുണ്ട്. പക്ഷേ അത് എത്രത്തോളം ശരിയാണ് എന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാൻ, അതിനെക്കുറിച്ച് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഈ ശബരിമലയിലെ കോടാനുകോടി രൂപയുടെ സ്വർണം നഷ്ടപ്പെട്ട കാര്യം, അതിൻ്റെ സത്യസന്ധമായ വസ്തുത ഈ ചാനലിലൂടെ ഉസ്മാനിയ ഉടനെ തന്നെ പുറത്തുവിടുന്നതാണ്. ശബരിമലയിലെ കോടാനുകോടി രൂപയുടെ സ്വർണം നഷ്ടപ്പെട്ടത് എങ്ങനെ, ആരാണ് അതിന് ഉത്തരവാദി, എന്താണ് അതിൻ്റെ കാരണങ്ങൾ, ആരാണ് അതിന് പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത് എന്ന് ഉസ്മാനിയ ചാനലിലൂടെ വളരെ വ്യക്തമായിട്ട് നിങ്ങളെ അറിയിക്കുന്നതാണ്. ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക്, കമൻറ്റ്, ഷെയർ. ഓക്കെ, എല്ലാവർക്കും നമസ്കാരം.